ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ പല കാര്യങ്ങളിൽ നിന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എപ്പിക് ഡ്രൈവ് കൂടെ ഇന്ന് നടത്തുകയാണ്. അപ്പോൾ ഗായ്സ്, നാളെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ MSNന്റെ ഡേറ്റ് അങ്ങനെ നാളെയാണ് കാണിക്കുന്നത്. 21-ാം തീയതി നമുക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഗൈസ്. ഓൾറെഡി നമ്മുടെ സൈറ്റിൽ നമ്മൾ കണ്ടാണ് ബാർസലോണേൻ്റെ 125ാമത്തെ ആനിവേഴ്സറി ക്യാമ്പയിൻ വരികയാണ് ഒന്നും, പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ 2 MSN പാക്ക്. അപ്പം അതോടുപോലെ എന്താ പറയുക, പിന്നെ ഡിവിഷൻ മാച്ചിൽ കാണിക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ അപ്ഡേറ്റിനെ പറ്റി. 5-ാം തീയതിയാണ് അപ്ഡേറ്റ് ഓൾറെഡി കാണിക്കുന്നത് ഗൈസ്. അപ്പം ഈ ഒരു 4-5 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എപ്പിക് ഡ്രൈവ് നടത്താം. അതിന് മുമ്പ് എന്താ പറയുക, പിന്നെ മെയിൻലി നമുക്ക് പറയാനുള്ള നാളത്തെ പോഡ് പാക്കിന്റെ കാർഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു രസത്തിന് വേണ്ടി അങ്ങനെ നാളെ നമ്മുടെ മിക്കവാറും ഒരു 100% നമ്മുടെ പോഡ് പാക്കായ റൊണാൾഡോ പാക്ക് നാളെ വരാൻ പോവാണ്. ഹാളൻഡും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നാളെ അങ്ങനെ അപ്ഡേറ്റ് നാളെ ഇല്ല. അപ്ഡേറ്റിന്റെ കാര്യം ഗൈസ് ഡിസംബർ 5-ാം തീയതിയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറയാം, ഇപ്പം അടുത്തതിന്റെ അതായത് നമ്മുടെ അടുത്ത വ്യാഴാഴ്ചയാണ്, അല്ല 29-ാം തീയതി അല്ലേ, അടുത്ത ആഴ്ചയാണ് നമ്മുടെ ഇത് വരാൻ പോകുന്നത്. അതായത് വെള്ളിയാഴ്ചയോടാണ് ആനിവേഴ്സറി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാർസലോണേന്റെ. അപ്പോൾ മിക്കവാറും ഗൈസ് ആനിവേഴ്സറി കഴിഞ്ഞ് ഡിസംബർ മാസം ആയിരിക്കും മിക്കവാറും നമ്മുടെ MSN പാക്ക് വരാൻ ചാൻസ് കൂടുതൽ. കാരണം ഓൾറെഡി വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക ഗൈസ്, എന്തായാലും ഞാൻ എപ്പിക് ഡ്രൈവ് നടത്തിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്ന് എൻ്റെ കയ്യിൽ ഇപ്പം 400 കോയിൻ ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇന്നലെ 300 കോയിൻ ആയിരുന്നു. എനിക്ക് ഇന്ന് രാവിലെ 100 കോയിൻ കിട്ടി ഗൈസ്. അപ്പം ഞാൻ വേറൊരു അക്കൗണ്ടിൽ എനിക്ക് കോയിൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ MSN പാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് എനിക്ക് പ്രീമിയം പാക്ക് എടുക്കണം. അപ്പം എന്താ പറയുക, കുറഞ്ഞ ദിവസം കൂടി ഉള്ളൂ. 5-ാം തീയതി ആകുമ്പോഴത്തേന് ഇനി പ്രീമിയം പാക്കിൻ്റെ ഇത് കഴിയും. അതിന് മുമ്പ് 1000 കോയിൻ തികയ്ക്കണമെന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ നമ്മുടെ പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ചെയ്യായിരുന്നു നമ്മുടെ ആ ട്രിക്ക് കൊണ്ട് 3 പേർക്ക് കിട്ടിയതിൻ്റെ കാര്യം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഷുവർ ആയിട്ടുള്ളൊരു എന്താ പറയുക ബേസ് ആയിട്ടുള്ള പ്രൊബബിലിറ്റി ട്രിക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാക്കിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ബാർസലോണ ആനിവേഴ്സറി പ്രഖ്യാപിച്ച എല്ലാവർക്കും 200 കോയിൻ അതുണ്ട്. പിന്നെ നമ്മുടെ ലോഗിൻ ബോണസ് ഓൾറെഡി വേറെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ ആണ് നമുക്ക് മുന്നിൽ വേറൊരു കാരണം. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെൻഡീനെ എടുക്കുവാണ്, ഫെർലാൻ മെൻഡീനെ. ഓക്കെ 29 LB കേട്ടോ. ഓക്കെ ഞാനിപ്പോൾ ഗെയിം പ്ലാൻ ജസ്റ്റ് ബേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡാനി വിവിയനെ എടുക്കുകയാണ്. ഓക്കെ അതിനുശേഷം ബാക്ക് പോവാണ് ഗൈസ്. ഓക്കെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതാ നമ്മുടെ നൈഫ് അഗ്വാഡേനെ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറേ പാക്കുകളും വരുന്നുണ്ട് അതിനിടയ്ക്ക് കൂടെ. ഓക്കെ ഗൈസ്, അപ്പം എക്സൽ വിറ്റ്സൽ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100 ടൈൽ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മുടെ DMF എടുക്കുകയാണ് ജോണീനെ. അതിനുശേഷം ഗൈസ് ഞാനിതാ നമ്മുടെ GK ഉണ്ട്, DMF ഉണ്ട് ഓൾറെഡി. അപ്പോൾ DMF എടുക്കുകയാണ് സാൻഡി കുമാസാനോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ. അതിനുശേഷം നമ്മുടെ GK ഓൾറെഡി ഇവിടെ ഉണ്ട്. ജസ്റ്റ് 3 വട്ടം റൊട്ടേറ്റ് ചെയ്യാണ് ഗൈസ്. ഓക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതാ നമ്മുടെ എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതാ ബാക്കോട്ട് പോകാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രിക്ക് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, അതിനുശേഷം ജസ്റ്റ് ഗൈസ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ നാളെ എപ്പോഴാണ് ലൈവ് വരേണ്ടത്, ഒരു 10:30 വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാനിതാ ജസ്റ്റ് 100 കോയിൻ ഇടാൻ പോവാണ്, വേറെ ഒന്നുമില്ല, ഇടാൻ പോവാണ്. ഓക്കെ അപ്പോൾ ഹിയർ വി ഗോ. നമുക്ക് കാണാം രാവിലെ തന്നെ കൊല്ലാൻ നമുക്ക് തരുമോന്ന്. ഓക്കെ ഹിയർ വി ഗോ. നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഗൈസ് കത്തിയിട്ടില്ല, ബേസാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കത്തും, കാരണം വേറെ ഒന്നുമല്ല, ഷുവർ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, MSN വേണ്ടി അത്യാവശ്യം കോയിനുള്ളവർക്ക് ഉറപ്പായിട്ടും കറക്റ്റ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100 ട്രൈയിലൂടെ കിട്ടുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ അതാണ് ഞാൻ ഇത്ര ഷുവറായി പറയുന്നത്. ആൽബർട്ടോ മൊളേരോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ നമുക്ക് കിട്ടി. അപ്പോൾ നല്ല കാർഡാണ് ഓൾറെഡി വന്നിരിക്കുന്നത്, നമ്മുടെ റോബർട്ടോ കാർലോസിൻ്റെ ആയാലും. പിന്നെ റൊണാൾഡോ കാർഡിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ വേറെ നമ്മുടെ എപ്പിക് കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാത്തത് ഗൈസ്. അപ്പോൾ നമ്മുടെ നാളെ വരാൻ പോകുന്ന പാക്കുകൾ ഇതാ നിങ്ങൾക്ക് കണ്ടു. റൊണാൾഡോ, പിന്നെ നമ്മുടെ ഫ്ലോറിയൻ വിറ്റ്സ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. ഹാളൻഡ്, ഇത് 3 ഓൾറെഡി കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ. അപ്പോൾ ഉറപ്പായിട്ട് ഇവർ വരാൻ ചാൻസസ് 100% ഷുവറാണ്. പിന്നെ ഒരു കാർഡ് എന്ന് പറയുന്നത് ഗൈസ്, ഞാൻ എപ്പിക്കിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഇത് ചെയ്തിരിക്കുന്നത് ഗൈസ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതാ FC ബാർസലോണയുടെ ഒരു ആനിവേഴ്സറി 200 ലോഗിൻ ബോണസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇപ്പം നിങ്ങൾ ട്രിക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും എന്താ പറയുക, ഇങ്ങനൊരു ക്യാമ്പയിൻ ഉള്ളതുകൊണ്ട് കുറച്ച് പോയി നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നതാണ്. എന്തായാലും അതിൽ കൂടുതലല്ലാണ്ട് ടൂർ ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതാ ഓൾറെഡി ഞാൻ ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, 5/12/2024 ഇവർ കാണിക്കുന്ന ഗൈസ് ഉറപ്പായിട്ടും. അപ്പം നമുക്ക് മുന്നിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ ഫുട്ബോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്കൊരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ MSN പാക്കിൻ്റെ കാര്യം
ഒന്നെങ്കിൽ ഗൈസ് ഇവർ പറയുന്ന പോലെ 5-ാം തീയതി അപ്ഡേറ്റ് വെച്ചിട്ട് അന്ന് ഇവർ പാക്ക് കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. കാരണം വേറൊന്നുമല്ല, അതിനു മുമ്പേ ഒന്നാമത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ അവർക്ക് അത്രയും എന്താ പറയുക ലാഭമാണല്ലോ. അപ്പം അവർ അപ്ഡേറ്റ് വന്നതിന് ശേഷം അന്ന് ഉച്ചയ്ക്ക് തന്നെ ചിലപ്പോൾ സാധനം എത്തിക്കാൻ ചാൻസ് ഉണ്ട് MSN പാക്ക്, അതായത് December 5-ന്. പിന്നെ ഒരു പ്രോബിലിറ്റി എന്ന് വെച്ചാൽ അതായത് മൺഡേ ദിവസം, ഡിസംബർ മൺഡേ ഏകദേശം ഡിസംബർ മാസം ആയിരിക്കും ഗൈസ് നമ്മുടെ MSN വരാൻ ചാൻസ് കൂടുതൽ. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി നിങ്ങൾക്കറിയാം ഇപ്പോൾ ബാർസലോണൻ്റെ ആനിവേഴ്സറി അടുത്ത ആഴ്ചയാണ്. അത് ഓൾറെഡി നമ്മുടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അന്ന് അപ്ഡേറ്റും കാര്യങ്ങളും പാക്ക് വരാൻ ചാൻസും കൂടുതൽ കുറവാണ്. പിന്നെയുള്ളവരെന്ന് വെച്ചാൽ ഈ ഒരു മൺഡേ പാക്കാണ്. കാരണം ഈ എന്താ പറയുക നമ്മുടെ നാളത്തെ ഒരു മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന മൺഡേയിൽ ചാൻസസ് കൂടുതലാണ്. പക്ഷേ അതിൽ MSNൻ്റെ പാക്ക് കൊണ്ടുപോകുന്ന അത്ര ഉറപ്പില്ല. കാരണം ഓൾറെഡി നമ്മുടെ ക്യാമ്പയിൻ വരുന്നുള്ളൂ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു പാക്ക്, മാനേജർ പാക്ക് ഓൾറെഡി അവർ സോർട്ട് ചെയ്തതാണ്. അത് 1500 രൂപേൻ്റെ. അപ്പോൾ അത് വരാൻ ചാൻസ് കൂടുതൽ, വളരെ എന്താ പറയുക 100% ഷുവറാണ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ പാക്കുകളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ നാളെ എന്താ പറയുക നമ്മുടെ നാളത്തെ മെയിൻ്റെനൻസ് ലൈവായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 10:30 നിങ്ങൾ ജസ്റ്റ് ടൈം നിങ്ങൾക്കായിട്ട് ഞാൻ ഇതാക്കട്ടെ. 10 മണി വേണോ അല്ലെങ്കിൽ 10:30 തൊട്ട് തുടങ്ങണോ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെന്താ പറയുക കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നെന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ട്രിക്ക് ഗൈസ് ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഇതിൽ ഉറപ്പായിട്ടും വർക്കിംഗ് ആയ ഒരു ട്രിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ട്രൈ നടത്തിയിട്ട്, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്നാമത്തെ ട്രൈയിലോ സെക്കൻഡ് ട്രൈയിലോ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ MSN പാക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് പാക്ക് വരുന്നവരേക്ക് മീൻസ് മീ. അപ്പോൾ നമുക്ക് നാളെ ഇന്നലെ ഗൈസ് ഞാൻ ലൈവിൽ ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇന്നായാലും അല്ല, അതുപോലെ തന്നെ നാളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മെയിൻ്റെനൻസ് ലൈവിനെ പറ്റി പറയാനൊക്കെ ഉണ്ട്. അപ്പം നാളെ കാണുന്നവരേക്ക് മീൻസ് മീ. ഓക്കെ, ബൈ ഗൈസ്.